അപ്പോൾ നമ്മൾ വീടിൻ്റെ അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ, വീട്ടിൽ നിന്ന് ഒരു 5 മിനിറ്റ് നടക്കാനുള്ളൂ. ആ റെയിൽവേ സ്റ്റേഷനിലേക്ക് ചെന്നിട്ട് അവിടുന്ന് ട്രെയിൻ കയറിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ലിവർപൂൾ ടൗണിലേക്ക് പോണത്. അപ്പോൾ വീടിൻ്റെ അടുത്ത് തന്നെയാണ് ഈ ടൗണൊക്കെ ഉള്ളത്. നല്ല തിരക്കേറിയ സ്ഥലം. അപ്പോൾ ജസ്റ്റ് അവിടെയൊക്കെയുള്ള ഷോപ്പുകളും കാണാം. ഞാൻ എന്തായാലും പോകുന്നത്, എനിക്ക് ചെറിയ ആവശ്യമുണ്ട്. എൻ്റെ ഫോണിന് ഒരു സ്ക്രീൻ കാർഡും ഒരു ബാക്ക് കവറും വാങ്ങിക്കണം, അതാണ് ലക്ഷ്യം. അപ്പോൾ ജസ്റ്റ് ടൗണും കാണിക്കാം. അപ്പോൾ ഈ മതിൽ കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ആണ് റെയിൽവേ സ്റ്റേഷൻ. റെയിൽവേ സ്റ്റേഷൻ എത്താനായിട്ടുണ്ട്. ഇതാണ് നമ്മുടെ റെയിൽവേ സ്റ്റേഷനിലേക്ക് നമ്മൾ കയറുകയാണ്. ഇവിടെ ഇപ്പോൾ മരങ്ങളൊക്കെ കണ്ടില്ലേ, മൊത്തത്തിൽ മഞ്ഞ കളറായി നിൽക്കുന്നത്. എന്താ വെച്ചാൽ ഇവിടെ ഇപ്പോൾ ഓട്ടം എന്ന് പറഞ്ഞ സീസണാണ്. എന്താ വെച്ചാൽ തണുപ്പിൻ്റെ മുന്നോടിയായിട്ടുള്ള ട്രെയിൻ ഇതാ കിട്ടൂല. ട്രെയിൻ വഴുകി പോയിരിക്കുന്നു. ഇനി നമ്മൾ ടിക്കറ്റ് എടുക്കണം. നമുക്കിപ്പോൾ ലിവർപൂളിലോട്ട് 2 മാർഗ്ഗത്തിലൂടെ വരാം. ഒന്ന് ട്രെയിൻ മാർഗ്ഗം ഉപയോഗിക്കാം, ബസ് മാർഗ്ഗം ഉപയോഗിക്കാം. രണ്ടും ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആണ് നമുക്ക് തരുന്നത്. അപ്പോൾ ബസ് കുറച്ച് ടൈം വൈകും, എന്നാൽ പോലും നല്ലൊരു വിഷ്വൽ സൂപ്പറാണ്. അപ്പോൾ എന്തായാലും ഞാൻ നെക്സ്റ്റ് ടൈം ബസ് മാർഗ്ഗം വരുന്നൊരു വീഡിയോ ഞാൻ ചെയ്യാണ്ട്. ഇപ്പം അത്യാവശ്യം വെളിച്ചുള്ള സമയത്താണ് ഞാൻ ലിവർപൂളിലോട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അത്യാവശ്യം വെളിച്ചത്ത് കാണുന്ന ചെയ്ത് കാണിച്ചു തരാം. പക്ഷേ നൈറ്റിലൊരു അടിപൊളിയാണ് ലിവർപൂൾ കാണാം. അപ്പോൾ നൈറ്റിൽ നമുക്കൊരു വട്ടം നൈറ്റിൽ വരാം. അത് ബസ് മാർഗ്ഗത്തിലൂടെ നമുക്ക് ഉപയോഗിക്കാം ആ ഒരു വരവ്. ഇതാണ് ലിവർപൂൾ ലൈം സ്ട്രീറ്റ് റെയിൽവേ സ്റ്റേഷൻ. എക്സിറ്റ് അടിക്കാം നമുക്ക്. അപ്പോൾ നമ്മൾ റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്ത് ഇറങ്ങി. ഇതാണ് റെയിൽവേ സ്റ്റേഷൻ്റെ ഫസ്റ്റ് എൻട്രൻസിൻ്റെ ഔട്ട് സൈഡ്. ഇതാണ് ലിവർപൂൾ ലൈം സ്ട്രീറ്റ് ഏരിയ. ഇവിടെ ഒരുപാട് ഷോപ്പിംഗ് സെൻറ്ററുകളും ഇവിടെ ഒരു എക്സിബിഷൻ നടക്കുന്നുണ്ട്. നല്ലൊരു തണുപ്പത്ത് എങ്ങനെയാണ് ഇതിലൊക്കെ ഇരുന്ന് ആടുന്ന ഒരു ഐഡിയ ഇല്ല. ഇവൾക്ക് തന്നെ പണി, എവിടെയെങ്കിലും ഷോപ്പ് കണ്ടാ കയറുക, ഇങ്ങനത്തെ എന്തെങ്കിലും വാങ്ങി കൂട്ടുക. എന്താ ചെയ്യുക? ആ ഷോപ്പിൽ നിന്ന് കുറച്ച് അച്ചാർ ഭരണികളൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ അടുത്ത ഷോപ്പിലേക്കും അടുത്ത സ്ഥലത്തേക്കും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. ക്രിസ്മസിൻ്റെ ഇലകളെല്ലാം മഞ്ഞ കളറായി. ക്രിസ്മസിൻ്റെ പരിപാടികളൊക്കെ തുടങ്ങിയോണ്ട് ഷോപ്പിലൊക്കെ വൻ തിരക്കാണ്. ഇവരെ കൊണ്ടൊക്കെ പുറത്തിറങ്ങിയത് തന്നെ പണി. ഏത് ഷോപ്പ് കണ്ടാലും അതിൻ്റെ ഉള്ളിൽ അങ്ങോട്ട് ഓടിക്കയറും. ഇവിടെ ഒരുപാട് മിഠായികൾ പല ഡിഫറെൻറ്റ് ഐറ്റംസോടെ ഇഷ്ടംപോലെ അവൈലബിൾ ആണ്. പക്ഷേ നമ്മൾ മറ്റുള്ള ഷോപ്പിൽ കിട്ടുന്നതിലേറെ കുറച്ച് എക്സ്പെൻസീവ് ആണ്. പക്ഷേ ക്വാളിറ്റിയിൽ മറ്റുള്ള ഷോപ്പിൽ കിട്ടുന്നവരെ കുറച്ച് ക്വാളിറ്റിയും ഇവിടെ അത്യാവശ്യം നല്ലതാണ്. അപ്പോൾ പക്ഷേ കാണാത്ത ഒരുപാട് മിഠായികൾ നമ്മളിവിടെ കണ്ടു.
ഡിഫറെൻറ്റ് ഐറ്റംസുകൾ. പക്ഷെ ഇതൊക്കെ കൊച്ചുങ്ങൾക്ക് വാങ്ങി കൊടുത്തു കഴിഞ്ഞാൽ ഏത് രീതിയിലാണെന്ന് അറിയാത്തതുകൊണ്ട് നമ്മളൊന്നും വാങ്ങാനൊന്നും നിന്നില്ല. ജസ്റ്റ് ഒന്ന് കണ്ട് എന്നിങ്ങനെ സെറ്റാക്കി. അവർക്ക് അല്ലെങ്കിലേ മിഠായിൻ്റെ മരങ്ങളാണ്. അപ്പോൾ അവരെ കൊണ്ടൊക്കെ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇത് മൊത്തം പെറുക്കി നമ്മൾ കൊണ്ടുപോകേണ്ട ഒരു അവസ്ഥയായിരുന്നു. എന്തായാലും അടിപൊളി ഡിഫറെൻറ്റ് ഐറ്റംസ് കാണാൻ പറ്റി. അതിൽ വളരെ സന്തോഷമുണ്ട്. നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഇതിൽ ഒരുപാട് മിഠായി നമ്മൾ ടേസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ഷോപ്പിൽ നിന്നല്ല, അതിന് മറ്റേ ഷോപ്പിൽ നിന്നൊക്കെ നമ്മൾ ഒരുപാട് വാങ്ങിച്ചിട്ടുള്ളതാണ്. കുട്ടികൾക്ക് ഇങ്ങനത്തെ മിഠായികൾക്ക് ഇവിടെ പ്രത്യേകതരം ഒരു ഇഷ്ടമാണ്. ലോഷൻ വാങ്ങാനത്ര ലോഷൻ. ഇതാണ് നമ്മുടെ കയ്യിലുണ്ടായിരുന്നത് ഈ സാധനം 4-ന്റെ. ഡയറി മിൽക്സ് ചോക്ലേറ്റ്സിൻ്റെ ഒരു കളക്ഷൻ. ഈ സാധനത്തിന് പല സ്ഥലത്തും പല റേറ്റാണ്. ഇവിടെ 6 ഉണ്ട്, ചിലവിടെ 4 രൂപ ഉണ്ട്. എൻ്റെ കുട്ടി എപ്പോഴും പറയും ബാർബി ഡോൾ, അതെവിടെ നോക്കട്ടെ, അതിനെന്താ റേറ്റ് നോക്കട്ടെ. ക്രിസ്മസിൻ്റെ തിരക്കുകളൊക്കെ ആയില്ലേ, അപ്പോൾ അതിൻ്റെ ക്രിസ്മസ് ഐറ്റംസുകളാണ് കൂടുതലായിട്ടും. പക്ഷെ ഞാൻ കയറിയത് അതിനൊന്നല്ല, എനിക്കൊരു ബാർബി ഡോൾ വേണം. കുറേ ദിവസമായി ആൾക്കാർ 2 ആളുടെ വീട്ടിൽ ബാർബി ഡോളിൻ്റെ തിരക്ക് കൂട്ടണം. ഇതാണ് ബാർബി ഡോൾ. അതെ, ചെറുതാണല്ലോ, വലുത്. ഇത് ഡ്രസ്സ് മാറ്റി കൊടുക്കുന്ന ഐറ്റം. ഒരു ഡ്രസ്സ്, ഒരു ബാർബി 1 2 3 4 5 6 ഡ്രസ്സും. അതിന് തന്നെ 20 പൗണ്ട്. ഇവരെടുക്കാം. ഇതാണ് പിള്ളേർ ആഗ്രഹിക്കുന്ന സാധനം. Jesus loves you, He's waiting for you. If we confess Jesus is Lord. പല ആൾക്കാരും പല തിരക്ക് കൂടി മണ്ടി പർച്ചേസിന് പോകണമല്ലോ, പല രീതിയിൽ ഇങ്ങനെ മണ്ടി പോകുന്നു. ലൈറ്റുകളൊക്കെ ഇട്ട് രാത്രി ആയാലും കാണാൻ ഭംഗിയുണ്ടാവും. ഇവിടെയൊക്കെ ആ കാലം കൂടിയൊക്കെ അങ്ങോട്ടും അത് അലക്കെ ലൈറ്റ്സിന്റെ ഒരുപാട് പരിപാടികളുണ്ട്. ഇങ്ങോട്ടുണ്ട്, പിന്നെ ആ ഭാഗത്തോട്ടുണ്ട് ലൈറ്റുകളൊക്കെ. രാത്രി കാണാൻ രസം ഉണ്ടാവുള്ളൂ, ഈ സമയത്ത് കാണാൻ രസം ഉണ്ടാവില്ല. അപ്പോൾ ആ ലൈറ്റിൻ്റെ അവിടെ നിന്ന് പോയേക്കാം. അവിടെ ഒരു ചിറക് വിരിഞ്ഞ് നിൽക്കുന്നുണ്ട്. നിറയെ ഷോപ്പുകളാണ് കൂടുതലായിട്ടുള്ളത്. ലൈറ്റ്സ് ഒക്കെ നല്ല അടിപൊളി കാണുമെങ്കിൽ നൈറ്റിൽ വരണം. നൈറ്റ് ആകുമ്പോൾ വലിയ സമയമൊന്നുമില്ല. ഇപ്പോൾ സമയം 1 മണിയായി. ഒരു 2 മണിക്കൂർ കഴിഞ്ഞ് രാത്രിയാവും. 4 മണി കഴിഞ്ഞ് അവിടെ ഇരുട്ടാ ഫുള്ള്. അപ്പോൾ ഇരുട്ടാവാൻ ഇപ്പോൾ ഏകദേശം രാവിലെ ഒരു 8 മണിയാകുമ്പോൾ നേരം വെളുക്കും, വൈകുന്നേരം 4 മണിയായി ഇരുട്ടാവും. ആ ഒരു കാലാവസ്ഥയാണ്. ഇപ്പോൾ ഈ സമ്മർ കഴിഞ്ഞ് വിൻ്ററിലേക്ക് വന്നതുകൊണ്ട് അങ്ങനെ. സമ്മർ വന്നാൽ നമുക്ക് നേരെ തിരിച്ചാവും. നമുക്ക് രാത്രി 10 മണിയാവും ഇരുട്ടാവണമെങ്കിൽ. ഞങ്ങൾക്കിഷ്ടം സമ്മറാണ്. അന്ന് നമുക്ക് കളിയും കാര്യങ്ങളൊക്കെ ആയിട്ട് സുഖമായിട്ട് നടക്കാൻ പറ്റുന്ന സമയം അതാണ്. ജോലിക്ക് പോയി കഴിഞ്ഞാൽ 5 മണിക്ക് വന്നു കഴിഞ്ഞാൽ 5 മണിക്ക് കളി കഴിഞ്ഞാൽ 10 മണിക്ക് നമ്മൾ വീട്ടിൽ കയറിയാൽ മതി. നല്ല അടിപൊളി സമയമാണ് വിൻ്ററിൽ, സമ്മറിൽ. പക്ഷെ വിൻ്റർ പോരാ, എല്ലാവരും പുതച്ച് മൂടി ഇങ്ങനെ നടക്കണം. ഇവിടെ ഒരു പ്രതിമ നിൽക്കുന്നുണ്ട്. പ്രതിമ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനാണ്, സ്റ്റാച്ചു ആയിട്ട് നിൽക്കുക. ഞാൻ അങ്ങോട്ട് പോയപ്പോൾ നിൽക്കൽ തുടങ്ങിയതാ. എത്ര നേരമായി ഇയാൾ അളകാതെ നിൽക്കുന്നത്. പെണ്ണാ തോന്നുന്നുണ്ട്, ഒരു സ്ത്രീയാണ് തോന്നുന്നുണ്ട്.
മരങ്ങളൊക്കെ ഇലകൾ കണ്ടേ പഴുത്ത് കൊഴിയും കൂടി ഇരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ കറങ്ങി പിടിച്ച് രാവിലെ ഇറങ്ങിയ സ്ഥലത്തോട്ടന്നെ നമ്മൾ തിരിച്ചെത്തിയിട്ടുമുണ്ട്. അങ്ങനെ കറങ്ങി പിടിച്ച് നമ്മൾ ഇവിടെ എത്തിയപ്പോൾ നമുക്കൊരു വിവരം കിട്ടിയത് ഇത് തുറക്കുന്ന 24-ാം തീയതിക്ക് തുറക്കുള്ളൂ. തുറന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കൂടുതലും വർക്ക് ചെയ്യുക രാത്രി നൈറ്റിലാണ്. ലൈറ്റ്സൊക്കെ ഇട്ട് കുറേ ഫുഡും പരിപാടികളും അങ്ങനെ വെറൈറ്റി സംഭവങ്ങളും നമുക്ക് ഗെയിംസുകളും അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഇതിനുള്ളിലുണ്ട്. അപ്പോൾ അത് തുറക്കുന്നത് ഇപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഇപ്പോൾ ഇവിടെ ദിവസം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. വിഷമിക്കേണ്ട, നമുക്ക് ഇൻഷാ അള്ളാ നമുക്ക് എന്തായാലും ഒരു ദിവസം ഇത് ഫുള്ള് വന്ന് ഞാൻ കവർ ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരും. ഇതൊരു അടിപൊളി സംഭവമാണെന്നാണ് ഇവർ അന്വേഷിച്ചപ്പോൾ പറഞ്ഞത്. നല്ല എക്സ്പീരിയൻസ്. ഞാൻ ഇതിന് മുമ്പ് ജസ്റ്റ് വെറുതെ യൂട്യൂബ് ചെക്ക് ചെയ്ത് നോക്കി ഇതെന്താണ് സംഭവം നോക്കാൻ വേണ്ടി. പക്ഷെ അത് കണ്ടപ്പോൾ ഒരു വെറൈറ്റി അനുഭവം തന്നെയാണ്. അപ്പോൾ എന്തായാലും ഞാൻ അടുത്ത പ്രാവശ്യം ഇത് മാത്രം വീഡിയോ എടുക്കാനായിട്ട് ഞാൻ ഒരു വട്ടം വരുന്നുണ്ട് നിങ്ങൾക്ക് ഇത് കാണിച്ചു തരാൻ. അപ്പോൾ നമുക്ക് എന്തായാലും നെക്സ്റ്റ് വീഡിയോ ഇതായിട്ട് നമുക്ക് വരാം. ഓക്കെ, തൽക്കാലം നമുക്ക് വേറെ ലൊക്കേഷനിലേക്ക് പോയി നോക്കാം വേറെ എന്തൊക്കെ അവിടെ ഉണ്ട്. ഓക്കെ ബൈ. അങ്ങനെ സ്പ്രേയും അവസാനം വിട്ടു. കുട്ടികളെ കൊടുക്കാണ്ടല്ലോ, കുട്ടികളെ ഓടും. ഡോണറ്റിന്റെ ഒരു തരംഗതനാണ് ഇവിടെ. അങ്ങനെ KFC വന്നിരുന്ന ഒരു 3 വിങ്സും ഒരു 3 പീസും മാത്രം വാങ്ങിച്ചിട്ട് ഞങ്ങൾ ഇവിടെ ഒന്നും കഴിക്കാറൊന്നുമില്ല. പക്ഷേ നമ്മുടെ നാട്ടിലത്തെ KFCയുടെ ടേസ്റ്റ് ഒന്നും ഇവിടുത്തെ KFCക്ക് കിട്ടാറില്ല. എന്താന്നാവും അതിൻ്റെ ഒരു ഡിഫറൻറ്റ് മാറ്റം മനസ്സിലാകുന്നില്ല. എന്തായാലും കുഴപ്പമില്ല, വിശക്കുമ്പോൾ എന്തെങ്കിലും കഴിക്കണമല്ലോ. ഐസ്ക്രീം വിത്ത് കോഫി, ഹോട്ട് ചോക്ലേറ്റ്, അടിപൊളിയാണ്. നാട്ടിലൊക്കെ ഉള്ള സമയത്ത് ലുലുലും അതേമാതിരി പെരിന്തൽമണ്ണയൊക്കെ നമ്മുടെ അടുത്ത് തന്നെ അടിപൊളി KFC ഷോപ്പൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ അവിടെ നിന്നൊക്കെ ഇഷ്ടംപോലെ KFC വാങ്ങി കഴിച്ചിരുന്ന ആളാണ്. ഈ UK എത്തിക്കഴിഞ്ഞപ്പോൾ എനിക്ക് KFC ആണെങ്കിലും മറ്റേ മക്ഡൊണാൾഡിൻ്റെ ബർഗർ ബന്നും അങ്ങനത്തെ ഐറ്റംസുകൾ വാങ്ങി കഴിക്കാനൊക്കെ ഭയങ്കരമായിട്ടൊരു സംഭവം മനസ്സിൻ്റെ ഉള്ളിലേക്ക് ഒരു ഹലാൽ ഫീൽ വന്ന് കയറി. ലണ്ടനിൽ വന്നിട്ടാണ് ഞാൻ ഈ ഹലാൽ എന്താണെന്ന് മനസ്സിലേക്ക് അടിച്ച് കയറിയത്. കാരണം ഇവിടെ KFC ഷോപ്പുകളടക്കം ഹലാൽ വരെ എഴുതിയിട്ടാണ് ചില ഷോപ്പുകളൊക്കെ നമുക്ക് സാധനങ്ങൾ കൊടുക്കുന്നത്. അതുകൊണ്ട് നമുക്ക് എല്ലാ ഷോപ്പൊന്നും കയറി കഴിക്കാറില്ല. അതുകൊണ്ട് ഇവിടെ ലണ്ടനിൽ വന്നപ്പോൾ UK വന്നപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് മനസ്സിലൊരു ബുദ്ധിമുട്ടായിട്ട് കയറിയത് ഈ ഹലാൽ എന്ന് പറഞ്ഞ സംഭവമാണ്. ഇപ്പോൾ ഇവിടുന്ന് കഴിച്ച് എല്ലാതും ഹലാൽ മാത്രം തിരഞ്ഞ് കഴിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരും ചെയ്തിട്ടുണ്ട്. അതാണ് ഇപ്പോൾ UK വന്നപ്പോൾ കിട്ടിയൊരു അനുഭവം. ഇപ്പോൾ കൊച്ചുങ്ങൾ സ്കൂള് 3:30 വിടും. അപ്പൊക്കെ അവരെ പിക്ക് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഓടിപ്പോകുന്നതാണ്. ഇനി വീട്ടിലേക്ക് ഒരു 10 മിനിറ്റ് ഇല്ല നടക്കാൻ, 5 മിനിറ്റ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന്. അവിടുന്ന് പിന്നെ ഒരു 5 മിനിറ്റ് സ്കൂൾക്ക്. രണ്ടാളും ഡിഫറെൻ്റ് സ്ഥലത്താണ് സ്കൂൾ കിടക്കുന്നത്. ഒരാൾ ഒരു സൈഡിലാണെങ്കിൽ ഒരാൾ സൈഡിൽ. രണ്ടാളും പോയി പിക്ക് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ഇതുപോലെ എന്തെങ്കിലുമൊക്കെ വീഡിയോ ഇങ്ങനെ വരും. കാണാൻ താല്പര്യമുള്ളവർ കാണുക, എന്തെങ്കിലും അഭിപ്രായങ്ങൾ അറിയിക്കണമെങ്കിൽ അറിയിക്കുക. ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.